Dear students, now we are discussing a small topic that is stakeholders of CSR. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏതൊക്കെ പാർട്ടീസിനോടാണ് ഒരു കമ്പനി കാണിക്കേണ്ടത് എന്നുള്ളതാണ്. സോ ദർ ആർ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഓഫ് സൊസൈറ്റി. സോ CSR ആർ ദി റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലുള്ള വ്യത്യസ്ത സെഗ്മെൻറ്റുകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. കസ്റ്റമർ, ക്രെഡിറ്റർ, ഓണർ, ഇങ്ങനെയുള്ള വ്യത്യസ്ത സെഗ്മെൻറ്റ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് CSR. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫറെൻറ്റ് പാർട്ടീസ്. ഫസ്റ്റ് വൺ, ഓണേഴ്സ്. ഓണേഴ്സിനോട് ഒരു കമ്പനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലേ? ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ പേഴ്സൺസ് കോൺട്രിബ്യൂട്ടിങ് ക്യാപിറ്റൽ ഫോർ ദ ബിസിനസ്. ബിസിനസ്സിന് വേണ്ടി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പാർട്ടിയാണ്. സോ the business has responsibility towards owners just like run the business efficiently. അല്ലേ? അവരോട് കാണിക്കാൻ പറ്റുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എഫിഷ്യൻ്റായിട്ട് ബിസിനസ് റൺ ചെയ്യുക, പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ റിസോഴ്സസ്. അല്ലേ? അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലും റിസോഴ്സുകളൊക്കെ എഫിഷ്യൻ്റായിട്ട് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ടൈംലി റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. അല്ലേ? ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ അവർ പറയുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുക. ദീസ് ആർ സം ഓഫ് ദ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഓണേഴ്സ്. ദ സെക്കൻഡ് പാർട്ടി ഈസ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു പാർട്ടിയാണ്. ദേ ആർ ഓൾസോ ദ പാർട്ടീസ് കോൺട്രിബ്യൂട്ടിങ് ക്യാപിറ്റൽ ഫോർ ദ ഫേം. നമ്മുടെ ഫേമിന് വേണ്ടി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പാർട്ടീസാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദ റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ്സ് പ്രൊവൈഡിങ് അഷുറൻസ് ടു ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് അഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക, ഉറപ്പ് കൊടുക്കുക, അല്ലേ? അത് തിരിച്ച് കൊടുക്കുന്നു എന്ന് എൻഷുർ ചെയ്യുക. പേയിങ് ഇൻട്രസ്റ്റ് ടൈംലി ടു ദ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് കൃത്യസമയത്ത് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ഗിവിങ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് കമ്പനിയെക്കുറിച്ചുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അല്ലേ, അപ് ടു ഡേറ്റ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് ടൈംലി. അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുക. ദീസ് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഇൻവെസ്റ്റേഴ്സ്. അനദർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ എംപ്ലോയീസ്. എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കും? ടൈംലി പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ, പ്രൊവൈഡിങ് പ്രോപ്പർ വെൽഫെയർ അമ്യൂണിറ്റീസ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്, പ്രൊവൈഡിങ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദെയർ കരിയർ പ്രോസ്പെക്ട്സ്. അല്ലെ, അവരുടെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കുക. പ്രൊവൈഡ് ജോബ് സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. പ്രൊവൈഡ് ഫെസിലിറ്റീസ് ജസ്റ്റ് ലൈക്ക് പെൻഷൻ, പ്രൊവിഡൻറ്റ് ഫണ്ട്, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, ഗ്രൂപ്പ് ഇൻഷുറൻസ് എക്സെട്ര. പ്രൊവൈഡിങ് ഹൗസിംഗ്, ക്യാൻറ്റീൻ, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എക്സെട്ര. ഐഡൻറ്റിഫയിങ് ആൻഡ് ഫുൾഫില്ലിങ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നീഡ്സ് എക്സെട്ര. ഇതൊക്കെയാണ് ഒരു കമ്പനിയിൽ നിന്നൊരു എംപ്ലോയി പ്രതീക്ഷിക്കുന്നത്. ഇത് മുഴുവൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എംപ്ലോയീസ് എന്ന രീതിയിലുള്ള സ്റ്റേക്ക് ഹോൾഡറോടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നെക്സ്റ്റ് ഏജൻസി, നെക്സ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ ഈസ് സപ്ലയേഴ്സ്. കമ്പനിക്ക് വേണ്ട പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന ആളുകളാണ് സപ്ലയേഴ്സ്, പ്രോഡക്ട്സ് ഓർ റോ മെറ്റീരിയൽസ്. സോ ദെയർ ഇൻട്രസ്റ്റ് ആർ ഗിവിങ് റെഗുലർ ഓർഡേഴ്സ് ടു പർച്ചേസ് ഗുഡ്സ്. അല്ലെ, സ്ഥിരമായിട്ട് അവർക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കുക. ഡീലിംഗ് വിത്ത് ഫെയർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ തന്നെ ഡീൽ ചെയ്യുക. മെയിൻറ്റെയിൻ റീസണബിൾ ക്രെഡിറ്റ് പീരീഡ്. സപ്ലയറുമായിട്ടുള്ള ക്രെഡിറ്റ് പീരീഡ് എപ്പോഴും റീസണബിൾ ആക്കുക. ഡ്യൂസ് ഷുഡ് ബി പെയ്ഡ് ടൈംലി പേയ്മെൻറ്റ് ഓഫ് ഡ്യൂസ്. അവർക്ക് കൊടുക്കാനുള്ള സംഖ്യ സമയത്തിന് കൊടുക്കുക. ദീസ് ആർ സം ഓഫ് ദ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് സപ്ലയേഴ്സ്. അനദർ സ്റ്റേക്ക് ഹോൾഡർ ഈസ് കസ്റ്റമർ. ദ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് കസ്റ്റമർ ഇൻക്ലൂഡ്സ് ഫെയർ പ്രൈസ്, ക്വാളിറ്റി പ്രോഡക്ട്സ്, ആഫ്റ്റർ സെയിൽ സർവീസസ്, പ്രൊവൈഡിങ് സർട്ടൈൻ ആഫ്റ്റർ സെയിൽ സർവീസസ്. ദെൻ ഗ്രീവൻസ് സെറ്റിൽമെൻറ്റ്. അല്ലേ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഗ്രീവൻസുകൾ ഉണ്ടെങ്കിൽ, പരാതികളുണ്ടെങ്കിൽ അത് കമ്പനി തന്നെ സെറ്റിൽ ചെയ്ത് കൊടുക്കുക. പ്രൊവൈഡിങ് ഇൻഫർമേഷൻ, പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. ദീസ് ആർ സം ഓഫ് ദ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് കസ്റ്റമേഴ്സ്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ ഓഫ് എ കമ്പനി ഈസ് കോമ്പറ്റീറ്റർ. കോമ്പറ്റീറ്ററോടും നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നോട്ട് ടു ഓഫർ ഹൈ സെയിൽസ് കമ്മീഷൻ ടു ഡിസ്ട്രിബ്യൂട്ടർ.
ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഒരു ഹൈ ആയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള കമ്മീഷൻ ഓഫർ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ കോമ്പറ്റീറ്ററേക്കാൾ കൂടുതൽ കമ്മീഷൻ ഓഫർ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് ആയിരിക്കാം കമ്മീഷൻ ഏജൻറ്റ് വിൽക്കുന്നുണ്ടാവുക. അത് എക്സസ് കമ്മീഷൻ പ്രൊവൈഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കോമ്പറ്റീറ്ററോട് കാണിക്കാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റി. ദെൻ നോട്ട് ടു ഓഫർ ഹെവി ഡിസ്കൗണ്ട് ടു കസ്റ്റമേഴ്സിന് എക്സസ് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാതിരിക്കുക. ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ് ഷുഡ് നോട്ട് ബി ഗിവൺ ടു ഡീഫെയിം ദ കോമ്പറ്റീറ്റർ. ലൈക്ക് കോമ്പറ്റീറ്ററെ തരംതാഴ്ത്താൻ വേണ്ടിയിട്ട് ഫോൾസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ കൊടുക്കാതിരിക്കുക. ഷുഡ് നോട്ട് ബ്രൈബ് ദ കോമ്പറ്റീറ്റേഴ്സ് എംപ്ലോയീസ് ടു കോപ്പി ദെയർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. കോമ്പറ്റീറ്ററുടെ എംപ്ലോയീസിന് കൈക്കൂലി കൊടുത്ത് അവരുടെ പ്രോഡക്റ്റുകളും അവരിൽ നിന്നുള്ള ഇൻഫർമേഷനും സർവീസുകളും കോപ്പി ചെയ്യുക, അല്ലെ ചോർത്തിയെടുക്കുക. ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കോമ്പറ്റീറ്റേഴ്സ്. ദെൻ അനദർ സ്റ്റേക്ക് ഹോൾഡർ ഓഫ് എ കമ്പനി ഈസ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി, ഫീസ്, ഡ്യൂട്ടീസ്, ടാക്സസ് should be paid regularly and honestly. Should not follow the restrictive trade practices. ഗവൺമെൻറ് പറയുന്ന ഒരുപാട് റെസ്ട്രിക്റ്റീവ് പ്രാക്ടീസുകളുണ്ട്. മായം ചേർക്കുക, തൂക്കം കുറക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസുകൾ, ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഫോളോ പൊല്യൂഷൻ കൺട്രോൾ നോംസ്. ഗവൺമെൻറ് ഒരുപാട് പൊല്യൂഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്, ഇതൊക്കെ ഫോളോ ചെയ്യുക. ഷുഡ് നോട്ട് ഫോളോ കറപ്ഷൻ ആൻഡ് അതർ അൺലോഫുൾ ആക്ടിവിറ്റീസ്. കറപ്ഷൻ, മറ്റു ലോഫുൾ അല്ലാത്ത ആക്ടിവിറ്റീസ്, ഇതൊന്നും ഫോളോ ചെയ്യാതിരിക്കുക. ദീസ് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഗവൺമെൻറ്. അനദർ സ്റ്റേക്ക് ഹോൾഡർ ഈസ് സൊസൈറ്റി. സൊസൈറ്റി ഒന്നിച്ച് ഒരു കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡറാണ്. സൊസൈറ്റിയിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ കോർപ്പറേഷൻ ഹാസ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ സൊസൈറ്റി ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ്സ് ഹെൽപ്പ് ദ വീക്കർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള വീക്കർ സെക്ഷൻസ് ഉണ്ടെങ്കിൽ അവരൊക്കെ സഹായിക്കുക. പ്രൊട്ടക്റ്റ് ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ വാല്യൂസ്. നമ്മൾ നിലകൊള്ളുന്ന സൊസൈറ്റിയുടെ സോഷ്യൽ വാല്യൂസ്, കൾച്ചറൽ വാല്യൂസ്, ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി അത് പ്രൊവൈഡ് ചെയ്യുക. പ്രൊട്ടക്റ്റ് ദ എൻവയോൺമെൻറ്റ് ബൈ ടേക്കിംഗ് പ്രോപ്പർ മെഷേഴ്സ്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുക. നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് വൈൽഡ് ലൈഫ് ഷുഡ് നോട്ട് ബി ഹാംഡ്. നാച്ചുറൽ റിസോഴ്സുകളെ അത് നെഗറ്റീവായിട്ട് ഹാം ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് റിസോഴ്സുകളെ ഒന്നും ഹാം ചെയ്യുന്ന രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക. ഷുഡ് പ്രൊവൈഡ് അസിസ്റ്റൻസ് ഇൻ ദ ഏരിയാസ് ഓഫ് റിസർച്ച്, എഡ്യൂക്കേഷൻ, മെഡിക്കൽ സയൻസ്, ടെക്നോളജി എക്സെട്ര. അല്ലേ, ഇത്തരം മേഖലകളിലൊക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഫീൽഡ്, മെഡിക്കൽ സയൻസ്, ടെക്നോളജി, ഇത്തരം മേഖലയിലൊക്കെ മാക്സിമം കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള അസിസ്റ്റൻസുകൾ പ്രൊവൈഡ് ചെയ്യുക. ദീസ് ആർ സം ഓഫ് ദ responsibilities towards society. So we have mentioned 8 types of parties. These are called stakeholders of corporate social responsibilities. Okay, thank you.